സീറോ മലബാർ സഭയിലെ സീനിയർ വൈദികരിൽ ഒരാളായ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് വിശ്വാസി സമൂഹം വലിയ ആദരവാണ് നൽകി പോന്നിട്ടുണ്ടായിരുന്നത്. ഉയർന്ന പീഠത്തിന്മേലാണ് പിതാക്കന്മാരെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. വിശ്വാസി സമൂഹം കൊടുത്ത ബഹുമാനമൊട്ടാകെ പൊതുസമൂഹവും ഏറ്റെടുത്തു. പ്രതിപാദനായ IC ചാക്കോയെ പറ്റി പറയുന്ന ഒരു സംഭവമുണ്ട്. IC ചാക്കോയും അന്നത്തെ NSS ജനറൽ സെക്രട്ടറിയും കൂടി ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തയെ സന്ദർശിക്കാൻ പോയി. ചാക്കോ മുറിയുടെ വാതിൽ കടന്ന ഉടനെ മുട്ടുകുത്തി. പിതാവ് ഇരിക്കുന്ന ഇടം വരെ മുട്ടിലെഴഞ്ഞു. NSS നേതാവിനും അതുപോലെ ചെയ്യേണ്ടി വന്നു. വിശ്വാസികളിൽ നിന്നാണ് മറ്റുള്ളവരും മനോഭാവങ്ങളും പെരുമാറ്റ രീതികളും പഠിച്ചെടുക്കുന്നത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? പൊതുവേദികളിൽ മെത്രാന്മാർ അപഹസിക്കപ്പെടുകയാണ്. ഭക്ത സ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പോലും അവരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. പാർട്ടി നേതാക്കന്മാരും ഡിഫിക്കാരും ഒക്കെ പാമ്പ്ലാനെയും മറ്റു മെത്രാന്മാരെയും എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത്. വിശ്വാസികൾ പറയുന്നതിന്റെ ചുവട് പിടിച്ചാണ് അവർ പറയുന്നത്. ഈ സ്ഥിതിവേശം എങ്ങനെ ഉണ്ടായി? ആരാണ് ഉത്തരവാദികൾ? മെത്രാന്മാർ തന്നെ എന്നതാണ് ഉത്തരം തന്നെ. അത്രയ്ക്ക് ബാലിശമായും നിരുത്തരവാദിത്വപരവുമായിട്ടാണ് അവരുടെ പെരുമാറ്റവും പ്രതികരണങ്ങളും ഒക്കെ. അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ചെയ്തതിന് ഘടകവിരുദ്ധമായാണ് തുടർന്ന് വന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി പെരുമാറുന്നത്. സമവായത്തിന്റെ പേരിൽ തനി തോന്നിവാസമാണ് എറണാകുളം അതിരൂപതയിൽ നടക്കുന്നത്. ഏകീകൃത ബലിയർപ്പണം ഒരു കുഴപ്പവുമില്ലാതെ നടന്നിരുന്ന ഉദയംപേരൂർ പള്ളി വികാരിയുടെ കൂരിയ നിർദാക്ഷിണ്യം പൂട്ടിച്ചു. അതിരൂപതയുടെ ആസ്ഥാന ദേവാലയം ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ കടുത്ത അനുസരണക്കേട് കാണിച്ച കോടതി വിധിയെ പോലും വെല്ലുവിളിച്ച ഏതാനും വൈദികരെ സസ്പെൻഡ് ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അതൊന്നും വകവച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പ്രമോഷൻ നൽകി നിയമിച്ചു. സഭാ നടപടികൾക്ക് ഇത്രയും വില കൽപ്പിച്ചാൽ മതി എന്നുള്ള സന്ദേശമല്ലേ ഇതെല്ലാം നൽകുന്നത് തന്നെ. ഏറ്റവും ജുഗുപ്സാവഹമാണ് എറണാകുളത്തിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് നിയമിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ. കോടതി എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ആദരവും അല്പമൊക്കെ ഭയവും ചിരിക്കുന്നതായിരിക്കും. എന്നാൽ മെത്രാനും വികാരിക്കും കൂട്ടർക്കും കോടതി വിധിക്ക് പുല്ലുവിലയാണ് നൽകുന്നത്. ഗൗരവമായ സഭാ കുറ്റം ചെയ്ത മണവാളനെതിരെ നടപടിയെടുക്കാൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. എന്നാൽ ബസിലിക്കയിൽ നിന്ന് മാറ്റാതെ അയാളെ കാത്ത കൂരിയ അവസാനം മെഡിക്കൽ ലീവ് കൊടുത്ത് വൈദിക മന്ദിരത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇത് അവസാനം ട്രിബ്യൂണലിനെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം പാമ്പ്ലാനിയുടെ ഭാഗം കേൾക്കാതെ ട്രിബ്യൂണൽ നടപടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ സഭയുടെ മോഡറേറ്റർ ഓഫ് ജസ്റ്റിസ് ട്രിബ്യൂണലിന്റെ ഭാഗം കേൾക്കാതെ അതിനെ സസ്പെൻഡ് ചെയ്തു. അവസാനം കേട്ടത് ഒടുവിലത്തെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നുള്ളതാണ്. എന്ത് പൊറാട്ട് നാടകമാണ് ഇതൊക്കെ. പിതാക്കന്മാർ ഓർക്കേണ്ടത് ഇതെല്ലാം പൊതുസമക്ഷത്തിലാണ് അരങ്ങേറുന്നത് എന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളെ കൂടാതെ സാമൂഹിക മാധ്യമങ്ങളും ഒറിജിനൽ രേഖകൾ ഉൾപ്പെടെ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ജനം കാണുകയാണ്. മലബാർ സഭയിലെ അൽമായർ പൊതുവെ പ്രബുദ്ധരാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ ഇനിയും നാണം കെടരുത്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഒട്ടകപക്ഷി നയം സ്വീകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പൊതുജന സമക്ഷം വിചാരണ ചെയ്യപ്പെടുകയാണ്. ഇനിയും നിങ്ങൾ നാറി നശിക്കരുത്. ഈ സിനഡ് സമ്മേളനം ഒരുപക്ഷെ നിങ്ങളുടെ അവസാന അവസരമായിരിക്കും. ജാഗ്രത പാലിക്കുക, ഉണർന്നിരിക്കുക എന്നുള്ള മുന്നറിയിപ്പോടെയാണ് ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്.